ബാലഭാസ്കറുമായിട്ട് മുൻപരിചയം? അതാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ബാലുവിനെ കാണുന്നത്. അപ്പോൾ പെട്രോൾ പമ്പിൽ വെച്ച് ഒരാളെ വണ്ടിയിൽ മറ്റുള്ളവരെ ആക്രമിക്കണ കണ്ടപ്പോൾ ഇറങ്ങി നോക്കിയില്ലേ? അതുമാതിരി തന്നെ മധുബാലകൃഷ്ണൻ എത്ര വൃത്തികെട്ടവനാന്ന് പറയാം. മധു കേസ് എടുക്കുമെന്ന് പറഞ്ഞ ആരാ? ഈ CBI എന്ന് പറഞ്ഞ പരനാറികളാണ് പറഞ്ഞത്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് കണ്ടു എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞാൽ CBIക്ക് ഇപ്പോൾ പേരുള്ളൂ, പേരെടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഇതിൽ കേസും തെളിയിക്കണമെന്ന് പരസ്യമായിട്ട് കോടതി ചോദിച്ചാൽ വിസ കേസ് എന്ന് പറഞ്ഞ കേസ് എനിക്കുണ്ടെങ്കിൽ അതിന് പകുതി ഉത്തരവാദിത്വം കലാഭവനുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ലാണ്ട് ഞാൻ പുണ്യാളാന്ന് പറഞ്ഞില്ല. അത് CBI എന്നൊന്നും കേൾക്കുമ്പോൾ സോബി പേടിക്കുമൊന്നുമില്ല. നമസ്കാരം. ഓപ്പൺ ഹാർട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പല വെളിപ്പെടുത്തലുകളും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും വിധേയമായിട്ടുണ്ട്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈ നിർണായക വെളിപ്പെടുത്തലുകളെക്കുറിച്ചെല്ലാം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം, കലാഭവൻ ശോഭിച്ചേട്ടൻ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് ഉയർച്ച താഴ്ചകളും ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു വന്നൊരു വ്യക്തിത്വമാണ് ശോഭിച്ചേട്ടൻ. ഇപ്പോഴും അത് തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വിഷയങ്ങളിലോട്ട് ഇപ്പോൾ ചർച്ചകളായിട്ടും പല പല സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് എന്താ പറയണേ ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, പല ഭാഗത്തു നിന്നും. ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട്, ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഒരു ഊർജം കിട്ടൂലേ നമുക്ക്? എന്തെങ്കിലുമൊക്കെ ഒരു ഘടകം. എന്താണ് ശോഭിച്ചേട്ടൻ്റെ ആ ഘടകം? അല്ല, ഞാൻ 13 വയസ്സിൽ ആബേലച്ഛൻ്റെ അടുത്ത് വന്നതാണ്. അച്ഛൻ്റെ വളർത്തുപുത്രൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അച്ഛൻ്റെ കൂടെ നിന്നൊരു എക്സ്പീരിയൻസും അച്ഛൻ തന്ന ഒരു ഊർജ്ജവും അച്ഛൻ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അച്ഛൻ്റെ ആത്മാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തും തളരില്ല. അച്ഛനാണ് ശോഭിച്ചേട്ടൻ്റെ റോൾ മോഡൽ. അത്രേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ കോതമംഗലത്ത് നിലവറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് കലാഗ്രഹം എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. അവിടെ ഞാൻ പോലും ഇല്ല. അച്ഛനാണ്. അച്ഛന് വേണ്ടിയിട്ട് പണിതാണ് ഞാൻ ആ സ്ഥാപനം. അത് അതേമാതിരി തന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. എന്താണ് ജീവിതത്തിൽ ഒരിക്കലും കൈമോശം പെട്ടുപോകരുത് അല്ലെ കൈമോശപ്പെടരുതെന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയ മൂല്യം എന്താണ്? നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ ഇത് പറയുകയാണെങ്കിൽ ബാലഭാസ്കർ കേസ് തെളിയാതെ പോകരുത്. അതാണ് എനിക്ക് ഇപ്പോൾ ഉള്ള ഏക ആഗ്രഹവും ഏക ലക്ഷ്യവും. ബാലഭാസ്കറുമായിട്ട് മുൻപരിചയം എന്തായിരുന്നു? ഒന്നുമില്ല. എനിക്കും അങ്ങനെ നമ്മൾ റോജ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ട്രിവാൻഡ്രത്ത് അന്ന് ഞാൻ കലാഭവൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ സൗണ്ട് എഞ്ചിനീയറാണ്. സൗണ്ട് എഞ്ചിനീയറും ഗ്രൂപ്പിൻ്റെ മാനേജറുമാണ്. അപ്പോൾ അങ്ങനെ ചെല്ലണ ഒരു സമയത്ത് അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പ്രോഗ്രാം ചെല്ലുമ്പോൾ സംഘാടകർ, അമ്പലമല്ല അതൊരു ക്ലബ്ബായിരുന്നു തോന്നുന്നു, സംഘാടകർ വന്നിട്ട് പറഞ്ഞു, സോബി ഇവിടുത്തെ ഒരു പയ്യനുണ്ട് വയലിൻ വായിക്കും, അപ്പോൾ പുള്ളിക്ക് മൈക്കൊന്ന് കൊടുക്കണം വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഫ്യൂഷനൊന്നും ആയിട്ടില്ല, അങ്ങനത്തെ സംഭവം നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു RX100 ഒരു ചുവന്ന വണ്ടിയിൽ ഒരു പയ്യൻ മുണ്ടൊക്കെ എടുത്ത് പുറയിൽ വയലിൻ തൂക്കി വന്ന് ഇറങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന്, ചേട്ടനാണോ സൗണ്ട് ചെയ്യണത്? ഞാൻ പറഞ്ഞത് അതെ. ചേട്ടാ വയലിൻ വായിക്കും, ചെറിയ ഗ്രേവിയൊക്കെ ഇട്ടേക്കണോട്ട് എന്ന് പറഞ്ഞു. ഗ്രേവി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ എഫക്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കയറി ചിന്ന ആശ എന്ന് പറഞ്ഞ പാട്ട് വായിച്ചു, നല്ല കയ്യടിയും കിട്ടി. ഇപ്പോൾ ആ നേരത്ത് പുള്ളി അപ്പം മര്യാദ കാണിച്ചു. സാറിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാട്ടിനൊക്കെ മൈക്ക് കൊടുത്താൽ അവർ പിന്നെ നമ്മൾ കാണില്ല. പുള്ളി ഇപ്പോൾ ആ നേരത്ത് വന്ന് ഷെയ്ക്കാൻ്റെ തന്നു, ചേട്ടാ നന്നായിരുന്നു കേട്ടോ, താങ്ക്സ് എന്ന് പറഞ്ഞ് പുള്ളി വണ്ടി കയറി പോയി. അതാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ബാലുവിനെ കാണുന്നത്, നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പുള്ളിയായിട്ടുള്ള ഒരു കണക്ഷൻ. പിന്നെ അവർ ട്രിവാൻഡ്രം, നമ്മൾ എറണാകുളം ബേസ് ചെയ്യുന്നതാണ്. അവർ ഫ്യൂഷൻ്റെ ആൾക്കാർ, നമ്മൾ സ്റ്റേജ് എൻ്റെ പ്രോഗ്രാം. പിന്നീട് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണമാണ്. പിന്നെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത്? മരണവാർത്ത നമ്മൾ TV കൂടെ ആണ് അറിയുന്നത്. ഒക്ടോബർ 2-ാം തീയതി മരണപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്ഡേഷനൊക്കെ നമ്മൾ അറിയണ്ടായിരുന്നു. അങ്ങനെ TV-യിൽ കൂടിയാണ് അറിഞ്ഞത്. അതിനുശേഷം ഈ വെളിപ്പെടുത്തലുകൾക്കൊക്കെ ശേഷം ബാലഭാസ്കറിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അച്ഛനും അമ്മയും. പിന്നെ അവരിപ്പോൾ കഴിഞ്ഞ ദിവസം വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ ഉണ്ണിച്ചേട്ടൻ വിളിക്കാത്ത, അതായത് ഈ വെളിപ്പെടുത്തലുകൾക്കൊക്കെ ശേഷം ഇപ്പോൾ ഈ ഹർജി ഫയൽ ചെയ്തതിന് ശേഷമാണോ, വിധി വന്നതിന് ശേഷം? ഞാനിത് പറയാൻ തന്നെ കാരണം, ഈ മരണവാർത്ത അറിഞ്ഞ ബാലുവിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്നൊരു ചാനലിൽ ഉണ്ണിച്ചേട്ടൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മകനെ കൊന്നതാണ്,
അപകടത്തിൽ മരിച്ചല്ല എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ പിന്നെ ഈ കണ്ട കാര്യങ്ങൾ. കാരണം വെച്ചാൽ വണ്ടി ഇടിക്കണമെന്നല്ല ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞില്ല വണ്ടി ഇടിക്കണം കണ്ടിട്ടില്ല. അതിനൊരു 3-4 കിലോമീറ്റർ മുമ്പ് വണ്ടി ആക്രമിക്കപ്പെടുന്നു, അതിൽ നിന്ന് ഒരാൾ വലിച്ചിറക്കി ഈ ഇങ്ങനെ കമത്തി കടത്തി ഇടിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. ബാലഭാസ്കറിനെ മർദ്ദിക്കുന്നത് ബാലഭാസ്കർ ആണോ എന്ന് അന്നേരം എനിക്കറിയില്ലല്ലോ, ഈ കാണുന്ന സമയത്ത് അറിയില്ല. പിന്നെ അവിടുന്ന് ഒരു വട്ടം നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വണ്ടി കിടന്ന് ഉറങ്ങുമല്ലേ, ഞാൻ ഉറങ്ങുന്ന ഒരു സമയത്ത് ഒരു പമ്പിൽ കാണുന്ന സീനാണത്. ഒരു 20 മീറ്റർ ഒക്കെ ദൂരം മാക്സിമം അത്രയൊക്കെ കാണുള്ളൂ. അത്രയും ദൂരത്ത് കാണുന്ന ഒരു ഫീബിളായിട്ടൊരു വെട്ടത്തിൽ ഒരു വണ്ടി ആക്രമിക്കപ്പെടുന്നു, ആളെ കാണുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആ വണ്ടി തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിൻ്റെ ബാക്കി ഗ്ലാസ് ആരോ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്രോൾ പമ്പിൽ വെച്ച് ഒരാളെ വണ്ടിയിൽ മറ്റുള്ളവരെ ആക്രമിക്കണ കണ്ടപ്പോൾ ഇറങ്ങി നോക്കിയില്ലേ? അതെങ്ങനെയാണ്? വെളുപ്പിന് ഒരു 3:30-4 മണി സമയത്ത് പരിചയമില്ലാത്തൊരു നാട്. അല്ല, പമ്പിൽ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല? പമ്പ് നൈറ്റ് വർക്കിംഗ് ഉള്ള പമ്പല്ലായിരുന്നു അത്. ഓക്കെ, നൈറ്റ് പകൽ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സ്കൂൾ കളർ അടിച്ചൊരു വണ്ടി, പിന്നെ ഒരു നീല ബസ് കിടപ്പുണ്ടായിരുന്നു. പകൽ ഉള്ളു വണ്ടി, വല്ല പമ്പ് രാത്രിയില്ല വർക്കിംഗ്. അപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു? ഇല്ല, ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ സൈഡിലൊരു വാഷ്റൂം ഉണ്ട്, അവിടെ പോയി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ എടുത്ത് പിന്നെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോയി. ഞാൻ തിരുനെൽവേലിക്ക് പോണ വഴിയായിരുന്നു അത്. ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം ഉള്ളിലുണ്ടായ തോന്നൽ എന്താണ്? അല്ല, അതിന് മുമ്പല്ലേ ഈ ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പിന്നെ പോണ വഴിക്കാണ് ഈ വണ്ടി അവിടെ കിടക്കണ കാണുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചയിൽ ആ വണ്ടി മറിഞ്ഞ് കിടക്കണായിട്ടാണ്. അത് വ്യക്തമല്ല കേട്ടോ, എനിക്കിപ്പോഴും വ്യക്തമല്ല, ഫീബിളായിട്ട് തന്നെ. ആ വണ്ടി തന്നെയാണ് തിരിച്ചറിയണത്. ഈ പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരാൾ, ഈ സ്കോർപ്പിയോയിൽ വന്ന ഒരാൾ, ബർമുടക്കാരൻ, അതിൻ്റെ നടുക്കിലത്തെ ഡോറ് തുറന്നിട്ട് ലിവർ എടുത്തിട്ട് ഗ്ലാസ് അടിക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്ലാസ് പൊട്ടി നിൽക്കണ കണ്ടു. അങ്ങനെയാണ് ആ വണ്ടിയാണെന്ന് മനസ്സിലാവണേ. അപ്പോൾ അങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഒരു വലം സൈഡിൽ കൂടെ ഒരു ഹാഫ് പാൻറ്റ് കണക്കിട്ട് ഒരാൾ തടിച്ചിട്ട് ഒരാൾ ബൈക്ക് സ്റ്റാർട്ടാക്കി തുഴഞ്ഞു ഓടി അതിൽ നിന്നൊരു പൊതി മേടിച്ചിട്ട് ഇടത് സൈഡിലേക്ക് ഒരു പയ്യനെ ഓടി പോണേയും കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് മുമ്പേ പുറകെ ആരോ ഫോളോ ചെയ്ത് വന്നമാതിരി തോന്നിട്ട് എന്നെ അവിടെ നിർത്തിച്ചില്ല. ഇറങ്ങാൻ നേരത്തെ അവർ ആസഫിയൊക്കെ പറഞ്ഞ്, അപ്പോൾ ആ നിന്നവരെയൊക്കെ ഞാൻ കണ്ടറിയും. പറഞ്ഞമാതിരി ആ നിന്നവരൊക്കെ നമ്മൾ കണ്ടറിയും. പോകുമ്പോഴാണ് പുറകെ വന്നമാതിരി തോന്നിയപ്പോൾ ഒരു ഇടവഴിക്കൂടെ കയറി ഞാൻ നിന്നു. അങ്ങനെ ഞാൻ ഡ്രൈവറെ വിളിച്ചു, ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം റോട്ടിൽ നടന്നുണ്ട്. അപ്പോഴും ബാലുവെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കിട്ടിയില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പോൾ അവൻ തിരുവനന്തപുരത്തേക്ക് പോരാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഏകദേശം 4:15 ആയി കാണും. 5-6 മണിക്ക് അങ്ങോട്ട് കോതമംഗലത്തുനിന്ന് ബസ് തന്നെ. കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അത് വയലിൽ വായിക്കണേ, ബാലുചേട്ടൻ്റെ വണ്ടിയാണ്, ടി വിയിൽ എഴുതി കാണിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇച്ചിരി വെളുപ്പിന് സമയമായി. റോട്ടിൽ കൂടെ ആംബുലൻസ് വണ്ടികളൊക്കെ പോകണമെന്നപ്പോൾ ഞാൻ അവിടുന്ന് മുന്നോട്ടേക്ക് പോയി. അങ്ങനെയാണ് ഞാൻ അറിയണത് ഈ ബാലു ആണ് വണ്ടിയിലുണ്ടായിരുന്നത്. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ സാധനം കിടപ്പുണ്ട്. അപ്പോൾ ബാലു മരിച്ചിട്ടില്ലല്ലോ. അതെ, ബാലു മരിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മകള് മരിച്ച അല്ല, അതൊന്നും നമ്മൾ അറിയണില്ല. നമ്മളിപ്പോൾ കാണുമ്പോൾ ടി വി കാണുമ്പോൾ ഒരു വാഹന അപകടം, ഒരു കലാകാരന് വണ്ടി ഇടിച്ചു, അപ്പോഴും ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടായിട്ട് എൻ്റെ മെമ്മറി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും അരുതാത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചിട്ടില്ലല്ലോ. ബാലഭാസ്കർ മരിച്ചിട്ടില്ല, പുള്ളിയുടെ ഭാര്യയും മരിച്ചിട്ടില്ല എന്നാണ് ടി വിയിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ പിന്നെ അത് ആ വഴി പോയി. നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് ഈ വെക്കേണ്ട ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രംഗത്ത് മാറി. അങ്ങനെയാണ് നമ്മൾ അപ്പോഴാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയണം എന്നുള്ളൊരു തോട്ടുണ്ടായത്. ആ തോന്നലുണ്ടായത്. അതിനുശേഷം ആദ്യം ആരെ വിളിച്ചു പറഞ്ഞു? ആദ്യം ഞാൻ മധുബാലകൃഷ്ണനെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം മധു എൻ്റെ ഒരു ഫ്രണ്ടാണ്. മധു ഈ ബാലഭാസ്കറായിട്ട് ഒരു റിലേഷനും ഉണ്ട്. അപ്പോൾ അല്ലാണ്ട് എനിക്ക് ഇവരെ ആരും അറിയില്ലല്ലോ. അപ്പോൾ മധു എന്നോട് പറഞ്ഞ്, ഞാൻ വീട്ടിലാരെങ്കിലും നമ്പറാണ് ചോദിച്ചത്. വീട്ടിലാരെങ്കിലും ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ അച്ഛനും അമ്മയും പ്രായമായവരാണ്, പിന്നെ ഒരു പെങ്ങളുള്ളൂ സുഖമില്ലാത്തതാണ്. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കണത് ഈ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ ആളാണ്, പുള്ളിയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മധു ഒന്ന് വിളിച്ച് പറഞ്ഞു തരാം കേട്ടോ. അതിന് തിരിച്ച് എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. കോണ്ടാക്ട് ഉണ്ടായി. ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടമാതിരി. എന്താണ് വിളിച്ചിട്ട് പറയണത്? അല്ല, വിളിച്ചിട്ട് പറഞ്ഞെല്ലാം ആളെ തീർത്ത് കളയും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. ഇപ്പോൾ മാഡം എന്നെ ഇവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ പോലീസിൻ്റെ പെർമിഷൻ വേണമെന്നല്ല പറഞ്ഞു. അങ്ങനെ പെർമിഷനോട് കൂടി തന്നെ ഇപ്പോൾ യാത്ര ചെയ്യണത്. അവർ പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകണില്ല, അങ്ങനെ തന്നെ പോണത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൻ്റെ കേസിൻ്റെ വിധി വന്ന സമയത്ത്, വിധി വരുന്നതിന് മുമ്പ് തന്നെ 2 പ്രാവശ്യം താങ്കളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞു? ആരാ പറഞ്ഞു? അതാരാ പറഞ്ഞു? പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ടെന്നും മൊഴി കള്ളവാണെന്ന് തെളിഞ്ഞുവെന്നും പറഞ്ഞു. മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് ഈ അറിവ് കിട്ടിയത്? ഓഫീസിൽ അവർക്ക് സോഴ്സ് ഉണ്ടായിരിക്കും. അല്ല, സോഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പറഞ്ഞു കാണാൻ സാധ്യത മാഡം എന്ന് പറഞ്ഞ് ഈ മാധ്യമങ്ങളോട് ഇത് പറഞ്ഞേക്കണ ആരായിരിക്കും? അവർക്ക് വിവരാവകാശ അല്ലല്ല, വിവരാവകാശം സ്പോട്ടിൽ പറയാതെ ആരായിരിക്കും പറഞ്ഞേക്കണേ?
അന്വേഷണ ഉദ്യോഗസ്ഥരായിരിക്കും, അല്ല വേറെ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് വിവരാവകാശ രേഖ വെച്ചിട്ട് വേണമെങ്കിൽ അതിനുള്ള സമയം അവർക്ക് ഉണ്ടായില്ല, അതിനുള്ള സമയം ഉണ്ടായില്ല. ടി വിയിൽ സ്പോട്ടിൽ വരാൻ ഈ പറഞ്ഞ നുണപരിശോധന സമയത്ത് തന്നെയാണ് ഈ വാർത്തകൾ വന്നതെന്നാണോ പറയുന്നത്? അല്ല, നുണപരിശോധന കഴിഞ്ഞു. എന്നെ 2 പ്രാവശ്യം നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. അപ്പോൾ ആദ്യത്തെ തവണ കഴിഞ്ഞു, ഞാൻ ഇറങ്ങി പോന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കുറേ കോള് ഈ ഇതിൽ വരുന്നുണ്ട്, മൊബൈലിൽ പത്രക്കാരുടെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനോർത്ത് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് ഓർത്തു. ടി വി ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അടി കാണും കലാപം സോഭിക്ക് നാളെ വീണ്ടും നുണപരിശോധന. അപ്പോഴും ഇവരെന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ CBI ഓഫീസിൽ നിന്ന് വിളി വന്നു, നാളെ കൊച്ചി ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ചെന്നു. ഞാൻ ചോദിച്ചു സാറിനോട്, സാറേ ഇത് എന്തിന് ഇന്നലെ എല്ലാം ഓക്കെ എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ, അത് ഇനി ഒന്നോടെ ഒന്ന് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ടും ഇറങ്ങുമ്പോൾ അവർ എന്നോട് പറഞ്ഞു തന്നെ സോബി എല്ലാം കറക്റ്റാട്ടോ, കുഴപ്പമുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, സോബി പറഞ്ഞ ശേഷം എല്ലാം തന്നെ കറക്റ്റാണ്, സോബി ഈ സ്റ്റാൻഡിൽ നിന്ന് മാറാതെ എന്ന് ഞങ്ങൾ കേസ് തെളിയിക്കുമെന്ന് അവർ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇതേമാതിരി തന്നെ ഭയങ്കര പത്രക്കാരെ വിളി വരും അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ പിന്നെ നോക്കുമ്പോൾ നുണപരിശോധനയിൽ കലാപം സോബി പറഞ്ഞ് നുണയാന്ന് തെളിഞ്ഞു, കേസ് അവസാനിപ്പിക്കുന്നു, സോബിക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ ആരാ? ഈ CBI എന്ന് പറഞ്ഞ പരനാറികളാണ് പറഞ്ഞത്. CBI പരനാറി എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ വിവരദോഷികളുണ്ടല്ലോ കോടതി കൊടുത്ത് എന്നാന്ന് പറയുമ്പോൾ അവർ എന്നോട് പറഞ്ഞു സോബിയുടെ നുണപരിശോധനയിലൊക്കെ കറക്റ്റാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മാധ്യമങ്ങളോട് പറഞ്ഞു സോബി പറഞ്ഞ് നുണയാന്ന് ബോധ്യപ്പെട്ടു, അതിന് കേസ് അവസാനിപ്പിക്കാൻ ഞങ്ങൾ വഴിയേറ്റതിന് അവന്മാർ കേസ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവർ കോടതി കൊടുത്ത റിപ്പോർട്ട് എന്നാന്ന് പറയട്ടെ, എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞു, അതുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് നുണപരിശോധന നടത്താൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്തേ. അതെങ്ങനെയാ? പറ്റില്ല എന്ന് അവർ എഴുതി കൊടുത്തേ. എന്നിട്ട് ഇവരെന്തിനാണ് ഈ മാധ്യമങ്ങളോട് ഈ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞത്? ഞാൻ എന്താ പേടിച്ചു പോകുന്ന ഓർത്തോണ്ടാ പേടിച്ചു വന്ന? അതിനിട്ട് CBIക്കെതിരെ CBI എനിക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ഞാൻ CBIക്കെതിരെ കേസ് പോയി നടത്തി. ആ കേസ് എടുത്ത് CBI എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? ഞാൻ CBIനെ വഴി തെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഈ അമാനുഷികരെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന CBIക്കാരെ വഴി തെറ്റിക്കാൻ എന്നെപ്പോലെ ഒരു മണ്ടൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് വിവരമുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊരു മടിയില്ല, പേടിയില്ല അത് പറയാനായിട്ട്. അത്രയും അവർ എന്നെ സ്വാധീനിക്കുന്ന അല്ല, ഞാൻ അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കെതിരെ അവർ കേസ് കൊടുത്ത് കോടതിയിൽ ഞങ്ങൾ ആ കേസിന് വിസ്തരിക്കുന്ന സമയത്ത് ജഡ്ജി ആ പേപ്പർ എടുത്തു വെച്ചിട്ട് പറഞ്ഞു എന്നാന്ന് പറയാം, ഒരാൾ കണ്ട കാര്യം പറഞ്ഞതിന് സാക്ഷി പറയാമെന്ന ആൾക്കെതിരെ എന്ത് നിലപാടിലാണ് നിങ്ങൾ കേസെടുക്കുന്നത്? രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആ കേസ് തള്ളിക്കളയത്. എന്നിട്ട് ഒരു പത്രക്കാരും അത് എഴുതിയില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്കെതിരെ ഒരു ഡിഫോമേഷൻ പോലും ഫയൽ ചെയ്യാതിരുന്നത്? അല്ല, അത് മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മാധ്യമങ്ങൾക്ക് ഇവർ കൊടുത്തേക്കണ റിപ്പോർട്ട് അവർക്ക് നമ്മൾ എന്തിനാ അവരോട് നമ്മൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു CBIയിലെ ഇന്ന ഉദ്യോഗസ്ഥനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ മാധ്യമങ്ങളെ നമ്മൾ കുറ്റം പറയല്ല. എന്തിനാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു കോടതിയിൽ എൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഇപ്പോൾ CBIയുടെ ഒരു കേസ് അവിടെ വന്നു. കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ഇരുന്ന മജിസ്ട്രേറ്റ് CBIയോട് പരസ്യമായിട്ട് കോടതി പറയാണ് CBIക്ക് ഇപ്പോൾ പേരുള്ളൂ, പേരെടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും, അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഇതിൽ കേസും തെളിയിക്കണമെന്ന് പരസ്യമായിട്ട് കോടതി ചോദിച്ചാൽ, നമ്മുടെ കേസിലല്ല വേറൊരു കേസിൽ പറയുമ്പോൾ ഞാനെന്നാൽ കോടതിയിലുണ്ട്, കോടതിയിൽ പരസ്യമായിട്ട് ചോദിച്ചാൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ചോദിച്ചാൽ. അതുകൊണ്ട് CBIയിൽ നിന്നും കേൾക്കുമ്പോൾ സോബി പേടിക്കുമൊന്നുമില്ല. അവർ പേടിപ്പിക്കുന്നവരൊക്കെ പേടിപ്പിക്കുമായിരിക്കും, മറ്റേ സിനിമയിലൊക്കെ കാണുന്ന മാതിരി. നമ്മുടെയൊക്കെ മനസ്സിൽ, എൻ്റെയൊക്കെ മനസ്സിൽ CBIയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു അത്യാവശ്യം എൻ്റെയൊക്കെ ഏജൊക്കെ ഉള്ളവരുടെ ഒക്കെ മനസ്സിൽ കാണുന്നത് SN സാബിയുടെ CBI ഡയറി കുറിപ്പാണ്. അതിനകത്ത് മമ്മൂട്ടിനെ പോലൊരു മനുഷ്യനൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കണമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ പോയത്. ഇതൊക്കെ എന്നാ പറയണത്. അതുമാതിരി തന്നെ മധുബാലകൃഷ്ണൻ എത്ര വൃത്തികെട്ടവനാണെന്ന് അറിയാമോ മധു? അങ്ങനെ തന്നെയാണ് പറയണത്. ഞാനിത് ആദ്യമായിട്ടാണ് പറയണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബാലഭാസ്കർ കേസ് ഞാൻ പറഞ്ഞ് സത്യമാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആ കേസ് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ മധുബാലകൃഷ്ണൻ പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വരും എന്നോട്. പക്ഷേ നിങ്ങളുടെ ഓഡിയോ ആദ്യമായിട്ട് പുറത്തുവിട്ടത് അദ്ദേഹമാണ്. ആര്? താങ്കൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഓഡിയോ അല്ല പുറത്തു വിട്ടത്. ആദ്യം ഞാൻ ഈ സംഭവം വിളിച്ചു പറയുന്ന ഓഡിയോ കൊടുത്തു എന്ന് താങ്കൾ പറയുന്നത്. അല്ലല്ല, ഓഡിയോ എന്നല്ല പറഞ്ഞത്. ഞാൻ മധുവിനെ വിളിച്ചു പറയണു. മധുവിനെ വിളിച്ചു പറയുമ്പോൾ മധു എന്നോട് പറഞ്ഞു, ചേട്ടാ ഈ വീട്ടുകാരായിട്ടല്ല കണക്ഷൻ, ഇന്ന ആളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞ് പ്രകാശ് തമ്പിയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അതിനിട്ട് ആ പ്രകാശ് തമ്പിക്ക് എന്നെ വിളിക്കുന്നതിന് ഞാൻ പറഞ്ഞു വിളിച്ച് പരിചയപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രകാശ് തമ്പിനെ വിളിച്ചു. ആ ചാപ്റ്റർ അവിടെ നിന്നു. അതിന് CBIക്കാരും ക്രൈംബ്രാഞ്ചുകാരും അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഞാനും മധുവായിട്ട് സംസാരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് CBIക്ക് മൊഴി കൊടുത്തേക്കണേ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് കൊടുത്തേക്കണേ. അവനതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ചോദിക്കണതിൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ. വലിയ പുരാണമൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ 4 കഥകൾ പറയാനുണ്ടാവും. അതൊന്നും വേറെ സംശയങ്ങളൊന്നുമില്ല. ഇത് കഴിയട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നതാ. മധു പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടി വരും. അല്ലെങ്കിൽ മധു എനിക്കെതിരെ അല്ല, മധു CBIക്ക് കൊടുത്തേക്കുന്ന റിപ്പോർട്ട് ഞാൻ കൊടുക്കും, പുറത്തു വിടും.
അല്ല, ആരുടെയെങ്കിലും സ്വാധീനത്തിൽ പുള്ളി വഴങ്ങിയതാണെന്ന് അത് തോന്നുന്നുണ്ടോ? ആണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ആ വഴിക്കൊന്നും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ ജെന്യൂനായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ എന്തും ആയിക്കോട്ടെ, ഈ എന്ത് ക്രിമിനലോ എന്തോ ആയിക്കോട്ടെ, എനിക്കെതിരെ അങ്ങനെ കുറച്ച് വിസ കേസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എനിക്കുണ്ട്. കലാഭവൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം 100% കലാഭവൻ അതിൻ്റെ ഉത്തരവാദിത്വം. എന്നിട്ട് ആ കലാഭവൻ്റെ നേതൃത്വത്തിലേക്ക് ഉള്ളവർ ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നോക്ക്. ഈ കേസ് തെളിയുമ്പോൾ അവരൊക്കെ എവിടെ വരുമെന്നുള്ളതെന്ന് അന്വേഷിച്ച് നോക്കുക. അതല്ലാണ്ട് ഒരു ക്രിമിനൽ കേസിൽ പോലും ഞാൻ പെട്ടിട്ടില്ല. ഒരു അടിപിടി കേസോ പെണ്ണ് കേസോ അല്ലെങ്കിൽ ഡ്രഗ്സോ പെറ്റോ ഒന്നും കെടുത്ത് ഒരു കേസിലും ഇല്ല. അപ്പോൾ പക്ഷേ ഈ വിസ തട്ടിപ്പ് കേസിൽ അത് അറസ്റ്റിലായതിൽ താങ്കളെ മാത്രമല്ല അറസ്റ്റ് ചെയ്തുള്ളൂ. അല്ല, ഞാൻ മാത്രമാണ് ഉത്തരവാദി. കലാഭവൻ സുഖമായിട്ട് കൈയങ്ങ് ഒഴിഞ്ഞു, കലാഭവൻകാരും സുഖമായിട്ട് കൈ ഒഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ ഈ കേസ് തീരുമ്പോഴത്തേനും ബാക്കി കഥകളൊക്കെ ജനം മനസ്സിലാക്കിക്കോളും അതിനകത്ത് എന്നെ ഉണ്ടായെന്നുള്ള. അപ്പം ഞാൻ പറയണ്ടല്ലോ, കലാഭവൻ്റെ 1987 തൊട്ടുള്ള വിദേശ പരിപാടികളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ആർക്കും അതിന് സമയമില്ലാണ്ടായിപ്പോയേ. സോബി എന്തെങ്കിലും കാണിച്ചാൽ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല അതിൻ്റെ അകത്തൊന്നും. നമ്മളങ്ങനെയൊന്നും പേടിച്ചിട്ട് ഒരു തെളിവില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യും എന്ന് അല്ല. ഞാൻ പറഞ്ഞു അല്ലെന്ന് ഞാൻ പറഞ്ഞു തന്നെ. കാരണം നമ്മളെല്ലാം ഈ നീതിന്യായ വ്യവസ്ഥയുടെ അടിയിൽ ജീവിക്കുന്ന ആൾക്കാർ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? വിസ കേസ് എന്ന് പറഞ്ഞ കേസ് എനിക്കുണ്ടെങ്കിൽ അതിന് പകുതി ഉത്തരവാദിത്വം കലാഭവനുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ലാണ്ട് ഞാൻ പുണ്യാളാന്ന് പറഞ്ഞില്ല. ഞാൻ എന്ത് വൃത്തിയായിട്ടവനായിക്കോട്ടെ, ബാലഭാസ്കർ കേസിൽ ഞാൻ കണ്ടു സത്യം. അത് തെളിയിച്ചിട്ട് ഞാൻ ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. അതിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് തെളിയിച്ചിട്ട് തന്നെ പോവുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കളക്ട് ചെയ്ത് ശ്രമിച്ചേക്കണ തന്നെയല്ല, കളക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കുമോ? പറ്റില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്? ഇല്ല. ഇനിയിപ്പോൾ ഇത് വെളിപ്പെടുത്തിയില്ലാതെ ഇനി സൂക്ഷിച്ചിരുന്നിട്ട് എന്താണ് അല്ല, അത് തെളിയിപ്പോൾ അവർ തന്നെ തെളിയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോയ വഴിക്കൂടെ തന്നെ ഇപ്പോൾ ഉള്ള ഏജൻസി പോകുന്നുണ്ട്, അത് തെളിയും. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? ശരി. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് കണ്ടു എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് തെളിവില്ലല്ലോ. അവരത് CBI. കാരണം നിങ്ങൾ അവിടെ കണ്ടു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൊക്കേഷൻ ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തേക്കുന്നത് CBI. ഒരു മിനിറ്റ് പറയട്ടെ. അതൊക്കെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഞാൻ അവിടെ കിടന്നതിന് തെളിവുണ്ട്. അത് അവരെടുത്തിട്ടുണ്ട്, ലൊക്കേഷനും കാര്യങ്ങളും സമയവും ഒക്കെ. വ്യക്തി അവിടെ ഇല്ലായിരുന്നു. അല്ല, ഞാൻ കണ്ടു എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് CBI-കാരൻ കാണിച്ചു തന്നില്ലല്ലോ. ഐഡന്റിഫിക്കേഷൻ നടന്നിട്ടില്ല. CBI ക്രൈംബ്രാഞ്ച് ഒന്നും തന്നിട്ടില്ല. പിന്നെ സ്വർണ്ണക്കടത്തിൻ്റെ ആവശ്യത്തിനായിട്ട് DRI-കാരാണ് എൻ്റെ മൊഴി എടുത്തേക്കണത്. അത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അത് CBI-ക്ക് ബോധ്യമാവാതെണെങ്കിൽ അവർ ചോദിക്കണം എന്നോട്. അവരല്ലേ ചോദിക്കേണ്ടത് എന്നോട്. ഇത് ആരെ ചോദിക്കേണ്ടത്? അന്വേഷണ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ CBI-കാരാണ് ചോദിക്കണത്. ഞാൻ പറയണ്ടല്ലോ എന്നെ ഫോട്ടോസ് കാണിക്കുക, ഞാൻ തിരിച്ചറിയും എന്ന് പറയണ്ടല്ലോ. അവരെന്തുകൊണ്ടാണ് കാണിക്കാത്തത്? ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് DRI-കാർ. അവർ വിളിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, സോബി ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഒന്നും പറഞ്ഞിട്ടാണ് അവർ വിളിച്ചിട്ട് കുറേ 10-30 ഫോട്ടോ കാണിച്ചു തന്നതിൽ 2 പേര് തിരിച്ചറിഞ്ഞു. ഒരാൾ കോൺക്രീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ മറ്റൊരാൾ സംശയം എന്ന് പറഞ്ഞു. ആ ആൾ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതെന്ന് DRI-ക്ക് ബോധ്യമായിട്ടുണ്ട്. അതായത് പൊതുസമൂഹത്തിന് ഈ അറിവുകളൊക്കെ കിട്ടുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയാണ്. ആ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളിൽ കൂടെ തന്നെ വന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. അവർ പറയുന്നത് 30ഓളം ആൾക്കാരുടെ ഫോട്ടോസ് കാണിച്ചിരുന്നു. അതിൽ നിന്നും ഇന്ന ആൾക്കാരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് താങ്കൾ ഒരാളെ കാണിച്ചു. അയാളുടെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ പക്ഷെ ആ വ്യക്തി അവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു എന്നാണ് ഒരു മിനിറ്റ്. ആര് എന്നെ കാണിച്ചു എന്നാ അവർ പറഞ്ഞേക്കണേ? CBI. ആ പറഞ്ഞ CBI-കാരൻ എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ ആദ്യം അവൻ്റെ എന്നിട്ട് അവരോട് സംസാരിക്കുള്ളൂ. അതാ അതിൻ്റെ മറുപടി ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും വൃത്തികെട്ടന്മാരാണ് അവർ. CBI-കാർ ഞാൻ 47 പ്രാവശ്യം പോയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് അവിടെ വരെ. ഇന്നേ വരെ CBI-കാർ ഒരു ഫോട്ടോസ് പോലും എന്നെ കാണിച്ചു തന്നിട്ടില്ല. ഒറ്റ ഫോട്ടോസും കാണിച്ചു തന്നില്ല. അവർ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞത്. സംഭവം ഉണ്ടായെന്ന് ഇപ്പോഴത്തെ ഏജൻസി തെളിയിക്കും. കണ്ടോ നിങ്ങൾ? ഇത് നടക്കാൻ പോകുന്ന കഥകളിൽ എന്നാന്ന് നിങ്ങൾ നോക്കിക്കോ. CBI എന്നൊക്കെ പറഞ്ഞ് ഇത്ര ഉള്ളൂ നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മുടെ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ എന്തെങ്കിലും കേസ് വരുമ്പോൾ CBI-നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് മുറവിൽ കൂട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവണേ തന്നെ ഈ കേസുകളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായത്. നിങ്ങൾ CBI തെളിയിച്ചേക്കണ ഒരു വലിയൊരു കേസ് പറഞ്ഞു കേരളത്തിൽ CBI-നെ പോലെ ഈ മാഫിയ സ്വാധീനിച്ച് കാണുമായിരിക്കും. അല്ലെങ്കിൽ അതേമാതിരി റഫായിട്ട് പറയില്ല. ഇപ്പം ഇത് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആനന്ദകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറുണ്ട്. ഇപ്പം പ്രൊമോഷനായിട്ട് പുള്ളി പോയി. അദ്ദേഹം എന്നോട് ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച CBI ഓഫീസിലെടുത്ത് കൊണ്ടാനും അറിയില്ല വെച്ചിട്ട് പറഞ്ഞ, സോബി ഈ കേസ് NI-ക്ക് വിടാൻ പറ, ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ചോദിച്ചു, സാറ് ഇത് NI അന്വേഷിക്കേണ്ട കേസാണോ എന്ന് ചോദിച്ചു. അത് റാങ്ക് മാറും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റാൻ പറയാം. ഇപ്പോൾ സോബി എഴുതി കൊടുത്ത, കോടതി എഴുതി കൊടുത്ത ഞങ്ങളുടെ ഗ്രൂപ്പ് പറ്റില്ല എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സാറിന് വിശ്വാസം,
അതെന്ന് പറഞ്ഞു. അപ്പോൾ ആ NIAക്ക് അന്വേഷിക്കണമെന്ന് പുള്ളി അന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം. ബാക്കി കൂട്ടി വായിക്കാൻ പറ്റുന്നവർ വായിച്ചോട്ടെ, ബാക്കി ഞാൻ ഇതിൽ വേറൊരു സത്യം കൂടിയുണ്ട്. താങ്കൾ പറയുന്നത് പോലെ ഈ അർജുൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ മനുഷ്യൻ ഇതിൻ്റെ അകത്ത് ബലിയാടാവുകയാണ് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ആര്? ബാലഭാസ്കറിന്റെ ഡ്രൈവറായ അർജുൻ. കാരണം ഇപ്പോൾ പ്രതിയാണെന്ന് പറയുന്നത് അർജുനാണല്ലോ. അർജുൻ അല്ല എന്ന് പറയുന്നു, ഓടിച്ചതല്ലെന്ന് താങ്കൾ. അർജുനെതിരെയുള്ള ആപ്പാടുള്ള കേസ് വണ്ടി ഒരു 1000-1500 രൂപ ഫൈൻ അടയ്ക്കേണ്ട ഒരു കേസ് മാത്രമേ അർജുൻ്റെ പേരിലുള്ളൂ. അർജുനെ വണ്ടി ഓടിച്ചത് തെളിവാണെങ്കിൽ അല്ല, അതുമില്ല. ഈ റഫായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഇടിച്ചു, അത്രേ ഉള്ളൂ. പുള്ളിയുടെ എഴുതിയേക്കുന്ന കേസ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളിക്കെതിരെ പ്രതിസ്ഥാനത്തൊന്നും ഈ കേസിൽ അർജുനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടില്ല. ഈ കേസിൽ ഒരാളെയും പ്രതിസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചോ CBIയോ നിർത്തിയിട്ടില്ല, ഇതുവരെ നിർത്തിയിട്ടില്ല. അപ്പോൾ ആരെ പ്രതിസ്ഥാനത്തുള്ള? ഇപ്പം ആരും പ്രതിസ്ഥാനത്തില്ല. അല്ലാണ്ട് അർജുനെ പ്രതി ഒരു കേസിന് വിധി വരുന്നത് ഏതാ? ആരും പ്രതിസ്ഥാനത്തില്ലാത്ത ഒരു കേസിൽ അല്ല, അതാ പറഞ്ഞത്. തെളിവില്ലാന്ന് പറഞ്ഞു, അതാണ് പറഞ്ഞത്. പ്രതികളില്ലാന്ന് പറഞ്ഞുകൊണ്ട് അവർ അവസാനിപ്പിച്ചത്. അതാണിപ്പോൾ മാഡം ചോദിച്ചതിനാണ് കാര്യം. പ്രതികളില്ല, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവസാനിപ്പിച്ചേക്കണേ. അതായിട്ടാണ് നമ്മൾ അപ്പീൽ പോയത്. പുനരന്വേഷണം വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് പുതിയ അപ്പീൽ പോയത്. അങ്ങനെയാണ് നമുക്ക് അതിന് വിധി വന്നത്. അതുവരെ അവർ കൊടുത്തേക്കണേ ഇതിൽ പ്രതികളില്ല, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ കണ്ടതിൽ തന്നെ പിന്നെ നിന്നു. ഈ കേസിൽ സ്വയം ഒരു ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരുത്തി പറയണമെന്ന് ഈ നിമിഷം തോന്നുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണ്ടല്ലോ, നിങ്ങളുടെ അടുത്തല്ല, എല്ലാവരുടെ അടുത്ത് CBIക്കാരുടെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ, അത് ലൈവ് വിടണം. അതല്ലാണ്ട് ഇവരൊന്നും നമുക്ക് വിശ്വാസമില്ല. കാരണം നുണപരിശോധന നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് വന്നതുകൊണ്ടാണോ താങ്കൾ? അല്ല, നുണപരിശോധനക്കല്ല ഇത്. നുണപരിശോധന നമ്മൾ അല്ല, മറ്റേത് ജനം ലൈവായിട്ട് കേൾക്കും. മറ്റേല്ലെങ്കിൽ അവർ എടുത്തിട്ട് അതിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്ന സാധനമല്ലേ ആൾക്കാർ കോടതി കേൾക്കുള്ളൂ. ഇത് ലൈവായിട്ട് നമ്മൾ പറഞ്ഞ് കേൾക്കുമല്ലേ. ഇപ്പം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ 6 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ, ഒരു സാധനം മാറ്റം ഉണ്ടാവില്ല. ഒരു വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല, മാറ്റി പറയുകയില്ല ഞാൻ. എന്തുകൊണ്ട് ഇവർ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുന്നില്ല? അത് ലൈവ് ഇടാൻ എന്താണ് പ്രശ്നം? എനിക്ക് കുഴപ്പമില്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അല്ലല്ല. നിയമം എന്ന് പറഞ്ഞാൽ ജനത്തിന് വേണ്ടിയിട്ടല്ലേ. ഇത് ഞാനൊരു രാജ്യരക്ഷയായിട്ട് ബന്ധപ്പെട്ട കേസിൽ പ്രതിയൊന്നുമില്ല. അവിടെ ബോംബ് വെച്ചോ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യനെ തകർക്കാൻ പറ്റിയ കേസൊന്നുമില്ല. ആപ്പാട് ഈ ചോദ്യമല്ലേ ചോദിക്കണത്, ഇതല്ലേ ചോദിക്കണത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ ജീവിതവും കൂടെ ചോദിക്കും. ഇത്രയും ഞാൻ എന്തെങ്കിലും വേണ്ടാതിനും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ജനം കേട്ടോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. അല്ല, താങ്കളുള്ള വിശ്വസ്തയെ നഷ്ടപ്പെടാനുള്ള കാരണം താങ്കൾക്ക് പിന്നെ വന്ന കേസുകളായിരിക്കാം. ഒരു കേസുകളും ഇല്ല. എന്തെന്നാ പറഞ്ഞേ? അല്ലെന്ന് എന്ത് തട്ടിപ്പ്? ആരെ തട്ടിച്ചേ? നിങ്ങൾ ആരെ തട്ടിച്ചേ? നിങ്ങൾ ചോദിക്കുക, ആരെയാണ് തട്ടിച്ചത്? അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. അല്ലെന്ന് ഞാൻ പറഞ്ഞു, വിസ കേസ് എന്നുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ അത് കലാഭവനുണ്ട്. നമ്മൾ മാത്രം ഒരു ബലിയാടാക്കല്ലേ അതിൻ്റെ അകത്ത്. അവർക്ക് ഇച്ചിരി പിടിപാടും ഒരു സൊസൈറ്റിയൊക്കെ ആയതുകൊണ്ട് അവർ കൊമ്പത്ത് വെക്കാമെന്നൊന്നും ധാരണ വേണ്ട ആർക്കും. അതൊക്കെ ഇപ്പോൾ പൊളിച്ചടുക്കും. കാരണം വെച്ചാൽ അധികം ദിവസമൊന്നും വേണ്ട. നിങ്ങൾക്കിടെ ഇതിൽ തന്നെ മാറ്റി നിങ്ങൾ പറഞ്ഞ് എന്നോട് ചോദിക്കും. അതിനുള്ള കാര്യങ്ങളിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ എവിടെയാണെന്ന് അന്വേഷിക്കാതെ. ഈ കേസിൽ പൊതുജനത്തോടോ ബാലഭാസ്കറിൻ്റെ കുടുംബത്തോടോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ബാലഭാസ്കറിൻ്റെ കുടുംബത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ 2 പേരൊക്കെ ഉള്ളൂ, ഉണ്ണിച്ചേട്ടനും അമ്മച്ചിയും ഉള്ളൂ. ഉണ്ണിച്ചേട്ടൻ 1.5 ദിവസം വെച്ച് എന്നെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്ഡേറ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളോട് പറഞ്ഞ് ഇത്രയും നാൾ എന്നെ കേട്ട് എന്നെ വിശ്വസിച്ച കുറേ ജനങ്ങളുണ്ട്. അവരൊരിക്കലും നിരാശരാവില്ല. ഈ കേസിൽ ഉറപ്പായിട്ടും നിരാശരാവില്ല. ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇനിയും നിങ്ങൾ വെളിപ്പെടുത്താത്ത എന്തെങ്കിലും അല്ല, അങ്ങനെയല്ല, വെളിപ്പെടുത്തലല്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫോട്ടോസ് എന്നെ കാണിച്ചു തന്നു എന്നൊക്കെ ഈ CBIക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ഗ്രൂപ്പ് അത് ഞാൻ പറയാണ്ട് തന്നെ അവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതുള്ളൂ. അല്ലാണ്ട് വേറെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും വെളിപ്പെടുത്താനൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നോട് മാഡം ചോദിച്ചില്ല എന്തെങ്കിലും രേഖകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. ആ ഒരു വഴി നമ്മൾ തേടി ഞാൻ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് കേസ് അവസാനിക്കുന്നുള്ള ആരെങ്കിലും വേണ്ടി നമ്മൾ കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ഗ്രൂപ്പിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കേസ് നമ്മളൊക്കെ ചിന്തിക്കണേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രേക്ഷകർ ചിന്തിക്കണതിന് അപ്പുറത്താണ് ഈ ബാലഭാസ്കറിൻ്റെ ക്രൈം. അത് നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു കുറച്ച് ദിവസത്തോടെ, ഒരു 8-10 ദിവസത്തോടെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വെളിപ്പെടുത്തണ്ട. അത് ആ അന്വേഷണ ഗ്രൂപ്പ് തന്നെ പറഞ്ഞോളൂ. ഇപ്പം അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. 100%
അവനും ശരിയായ ദിശയിൽ തന്നെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സെക്യൂരിറ്റിയും ഒക്കെ നമുക്ക് അവർ തരുന്നുണ്ട്. ഒറ്റയ്ക്ക് പോരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു കുറച്ച് പേരൊക്കെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കാരണം ഞാനും അങ്ങനെ ഒരാളെ കൂട്ടി തന്നെ എപ്പോഴും യാത്ര ചെയ്യണതൊക്കെ. എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരന് നീതി ഉറപ്പായിട്ടും ലഭിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.